100 റൺസ് പിന്നിട്ടത് മാത്രമേ ഉള്ളൂ. ന്യൂസിലൻഡ് ഇനിയൊരു തിരിച്ചുവരവ് അസാധ്യമാകും എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. നമ്മൾ കോഴിക്കോടേക്ക് പോവുകയാണ്. അവിടെ നിഖിൽ പ്രമേഷ് ഉണ്ട് വിവരങ്ങളുമായി. നിഖിൽ, ഏത് ഭാഗത്താണുള്ളത് കോഴിക്കോട്? എങ്ങനെയാണ് കോഴിക്കോടിന്റെ ആവേശം? ഞാനിപ്പോൾ കോഴിക്കോട് ബീച്ചിലാണ്. ഒരുപക്ഷെ ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ ഒന്നിച്ചിരുന്ന് ഈ കളി വെടിക്കെട്ട് ബാറ്റിംഗ്, സഞ്ജുവിന്റെ അടക്കം ബാറ്റിംഗ് കാണാൻ വേണ്ടി എത്തിച്ചേർന്നിരുന്നത് ഇപ്പോൾ കോഴിക്കോട് ബീച്ചിലാണ്. നമുക്ക് ആയിരക്കണക്കിന് മനുഷ്യരെ ഇവിടെ കാണാൻ കഴിയും. വൈകുന്നേരം മുതൽ തന്നെ ഇവിടേക്ക് ആളുകളുടെ ഒരു വലിയ ഒഴുക്ക് തന്നെ പ്രകടമായിരുന്നു. അത് നിന്നും ഇരുന്നും ഒക്കെ ആളുകൾ ഈ മത്സരം ആസ്വദിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ ലോക കിരീടത്തിലേക്ക് രാജ്യം ഇങ്ങനെ നടന്നെടുക്കുമ്പോൾ അതിനെ വലിയ ആവേശത്തിലാണ് ഈ നാട് സ്വീകരിക്കുന്നത്. നമുക്കറിയാം, കോഴിക്കോട് ബീച്ചിൽ സാധാരണഗതിയിൽ ഒരു ഞായറാഴ്ച നമ്മൾ വന്നു നോക്കുമ്പോൾ ഏത് തരത്തിലാണോ ആളുകളുടെ ഒരു ആവേശം ഉണ്ടാവുക, അതിന്റെ 10 മടങ്ങ് ആവേശം നമുക്ക് ഇവിടെ പ്രകടമായി കാണാൻ കഴിയുന്നു. എന്താണ് രാജ്യം, എന്താ പറയാ, സഞ്ജുവിന്റെ വെടിക്കെട്ട് ബാറ്റിംഗ് ഒക്കെയാണ് നമ്മൾ കണ്ടത്. നമ്മളെ കപ്പടിക്കാൻ പോവല്ലേ? എന്താണ് മൂന്നാമത്തെ കപ്പ്? എങ്ങനെ ഉണ്ടായിരുന്നു സഞ്ജുവിന്റെ ബാറ്റിംഗ്? സൂപ്പർ, ഒന്നും പറയാനില്ല. നമ്മുടെ ആവേശം ഒന്ന് എല്ലാ പ്രേക്ഷകരും കാണിച്ചു കൊടുത്തോ? ഇതൊരു ഭാഗത്തെ പ്രേക്ഷകരാണ്. നമുക്ക് അപ്പുറത്തേക്ക് കൂടി പോവാം. ഇവിടെ ഒരുപാടധികം ആളുകൾ, അതായത് ചേട്ടന്മാരുണ്ട്, ചെറിയ കുട്ടികളുണ്ട്, പ്രായ ആളുകളുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു ഇന്ത്യന്റെ ഒരു ഗംഭീരമായിട്ടുള്ള ഒരു ഗംഭീരമായിട്ടുള്ള പ്രകടനമാണ് ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതെന്തായാലും ഈ കപ്പ് നമുക്കുള്ളതാണ്. ആരും മോശക്കാരല്ല, സ്ത്രീകളുണ്ട്. എന്താ ഒരു ജേഴ്സി അണിഞ്ഞു വന്ന ഒരു ചേച്ചി ഉണ്ട്. നമുക്ക് അവരോട് ചോദിക്കാം, എങ്ങനെ ഉണ്ടായിരുന്നു മത്സരം? തുടക്കം മുതൽ കണ്ടു? കണ്ടു. സഞ്ജു സാംസന്റെ കളി കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ മെയിൻ ആയിട്ട് വന്നത്. എന്തായാലും ഇവിടെ എത്തിയപ്പോ ഇവിടുത്തെ ആവേശം കണ്ടതുകൊണ്ട് ഭയങ്കര ഹാപ്പിയാണ്. വീട്ടിലിരുന്ന എന്തായാലും ഈ ആവേശം കിട്ടൂലല്ലോ, അതുകൊണ്ട് ഇറങ്ങിയത് അങ്ങോട്ട്. ശരിയാണ്, വീട്ടിലിരുന്ന ഒരിക്കലും നമുക്ക് ഇത്ര ഈ ഒരു ആവേശത്തിൽ കാണാൻ പറ്റില്ല. ശരിയല്ലേ? വീട്ടിലിരുന്ന് കാണുമ്പോ ഈ ഒരു ആവേശം 100% വീട്ടിൽ നിന്ന് കളി കാണാൻ കഴിയില്ല. ഇവിടുന്ന് ആകുമ്പോ അതിന്റെ ആവേശത്തിൽ കളി കാണാൻ കഴിയും. ഒരു പ്രത്യേകത ഇതില്ല. റോഡിലേക്കൊന്ന് നോക്കൂ. ഇത് നമ്മുടെ പ്രധാന കോർപ്പറേഷനൊക്കെ മുന്നിലുള്ള പാതയാണ്. ഈ റോഡൊക്കെ നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ്. അത്രയധികം ആളുകൾ ഇന്ന് ബീച്ചിൽ നിന്ന് കളി കാണുന്നതിന് വേണ്ടി ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ഇവിടെ കെട്ടിടങ്ങളുടെ മുകളിലൊക്കെ നമുക്ക് ആളുകളെ കാണാൻ കഴിയും. അത്രയധികം ആളുകളുണ്ട്. റോഡിൽ നിൽക്കുന്നുണ്ട്, പുറത്ത് നിൽക്കുന്നുണ്ട്. ഇത് നമ്മുടെ ആരാണ്? നമ്മുടെ ഗായകനല്ലേ? അല്ലെ, എന്തുണ്ട് വിശേഷം? ഇവിടെ കളിയാണ് വേണ്ടി എങ്ങനെയുണ്ട് ഇന്ത്യയുടെ ഒരു പ്രകടനം കണ്ടിട്ട്? ഒന്നും പറയാം, ഞാൻ ആക്ച്വലി പ്രോഗ്രാമിലായിരുന്നു. ഞാൻ അങ്ങനെ കണ്ട് ദേവദൂതർ ബാൻഡിന്റെ അല്ലേ? ഓക്കെ, അതാ ഒരുപാടധികം ആളുകൾ ഇവിടെ തടിച്ചു കൂടിയിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇത് ഒരുക്കിയിട്ടുള്ളത് ഇവിടെ ഈ ഫാൻ പാർക്ക് നേരത്തെ സെമി മത്സരങ്ങൾക്കൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പൊ വലിയ ആവേശമാണ് കാണാൻ കഴിയുന്നത്. എങ്ങനെ ഇന്ത്യ കപ്പ് നോക്കൂലേ? എന്തായാലും ഞാൻ വിചാരിക്കുന്നത് ഈ ഇന്ത്യ കപ്പിൽ മുത്തമിട്ടതിന് ശേഷമുള്ള ബീച്ചിലെ കാഴ്ച എന്തായിരിക്കും എന്നാണ്. കാരണം അത്രയധികം ആളുകൾ ഇവിടെ ഇങ്ങനെ നിരനിരയായി നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കപ്പ് തൂക്കില്ലേ? വലിയ ആവേശം നമുക്ക് പ്രകടമായി കാണാൻ കഴിയുന്നു. ഒരുപാടധികം ആളുകൾ വലിയ ആവേശം വിതച്ചുകൊണ്ട് കോഴിക്കോട് ബീച്ചിൽ അണിനിരക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ഇവിടെ പോലീസിനൊക്കെ ആളുകളെ നിയന്ത്രിക്കാൻ തന്നെ ഒരുപാടധികം അവർ പ്രയാസപ്പെടുന്ന ഒരു കാഴ്ച കൂടി നമുക്ക് കാണാൻ കഴിയും. അപ്പോ നമുക്ക് കുറച്ചുപേരുടെ അഭിപ്രായങ്ങൾ കൂടി ചോദിക്കാം. എന്തോരം ആളുകളാണ് കോഴിക്കോട് ബീച്ചിൽ. ഒരുപക്ഷെ കോഴിക്കോട് ബീച്ചിൽ 3 ഇടങ്ങളിൽ ഇത്തരത്തിൽ മത്സരം കാണുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. പക്ഷെ ഏറ്റവും കൂടുതൽ ആളുകൾ എത്തിച്ചേർന്നിട്ടുള്ളത് ഇപ്പോ ചോദിക്കട്ടെ ഏറ്റവും സ്പെഷ്യലായിട്ട് ഇന്നത്തെ മത്സരത്തിൽ ഏറ്റവും സ്പെഷ്യലായിട്ട് തോന്നിയൊരു ഒരു സെഞ്ചുറിയിലേക്ക് എത്താൻ കഴിയാത്തതിൽ ചെറിയൊരു പ്രയാസം. ഹാഫ് സെഞ്ചുറി അടിച്ചതിൽ ഹാപ്പിയാണ്. ഓക്കെ, ഇതാ ഒരുപാടധികം ആളുകൾ. ഇപ്പൊ നമ്മളിപ്പോഴാണ് ഇതിന്റെ ഫ്രണ്ടിലേക്ക് എത്തുന്നത്. ഇതില്ല, അത്രയധികം ആളുകൾ എത്തിയത് കൊണ്ട് തന്നെ നമുക്ക് മുൻഭാഗത്ത് ഒരു അങ്കിൾ വന്നിട്ടുണ്ട്. അങ്കിൾ, എങ്ങനെയുണ്ട് മത്സരം? ഒരേ സമയം ഫോണിലും കാണുന്നുണ്ട്, സ്ക്രീനിലും കാണുന്നുണ്ട്. അങ്കിളുടെ വീട്ടിലിരുന്ന് കണ്ട ഒരു എനർജി കിട്ടില്ല അല്ലെ? അങ്കിളുടെ ഒരു കൈയ്യടി കൊടുക്കുന്നേ. അദ്ദേഹം ഫോണിൽ കണ്ടോണ്ടിരിക്കുകയാണ്. അദ്ദേഹം പറയുന്നത് എനിക്ക് വീട്ടിലിരുന്ന് കണ്ടാൽ ഈ ഒരു എനർജി കിട്ടില്ലെന്ന്. ഇത് തന്നെയാണ് നമ്മുടെ രാജ്യം ആഗ്രഹിക്കുന്നത്. നമ്മുടെ രാജ്യത്തിന് കിട്ടുന്ന വലിയ പ്രോത്സാഹനവും ഇത് തന്നെയാണ്. എന്തായാലും നോക്കൂ, ആളുകൾ എത്ര മണിക്കൂറുകളായി ഇങ്ങനെ. ഇപ്പൊ 7 മണിക്ക് കളി തുടങ്ങിയത് മുതൽ നിൽക്കുന്ന ആളുകളാണ്. അവരൊക്കെ വളരെ ക്ഷമയോട് കൂടിയിട്ട് ഈ റോഡിലൂടെ, ഇപ്പൊ റോഡിന്റെ ഒരു ഭാഗത്ത് മൊത്തം സഞ്ജുവിന് വലിയ എക്സ്പെക്ടേഷൻ. ആളുകളെല്ലാം തന്നെ സഞ്ജു സാംസന്റെ ഒരു വെടിക്കെട്ട് ബാറ്റിംഗ് കാണുന്നതിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പിലായിരുന്നു. എന്തായാലും അവർക്കത് കിട്ടിയിരിക്കുന്നു എന്നുള്ളത് വളരെ പ്രതീക്ഷ നൽകുന്ന കാര്യവുമാണ്.
ചേച്ചി വേണമെങ്കിൽ താങ്കൾക്കൊക്കെ ഇപ്പൊ വീട്ടിലിരുന്ന് കാണാമായിരുന്നു. അതല്ലാതെ ഇങ്ങോട്ട് വന്നത് ഈ ആവേശം കാണാൻ വേണ്ടിയിട്ടാണോ? വീട്ടിലിരുന്ന് കാണുമ്പോ ഈ ആവേശം കിട്ടില്ല. അങ്കിൾ എങ്ങനെയുണ്ട്? അപ്പോ നമുക്കറിയാം സാധാരണഗതിയിൽ തന്നെ കോഴിക്കോട് ബീച്ചിലേക്ക് നമ്മൾ ഒരു ദിവസം വരുമ്പോ എന്താണ് അടിപൊളി സഞ്ജു അടിപൊളി. അതാണ് എല്ലാവരും ഇന്ത്യ ലോകകപ്പിൽ മുത്തമിടുന്ന ആ കാഴ്ചയ്ക്ക് വേണ്ടി, ആ മനോഹര കാഴ്ച കാണുന്നതിന് വേണ്ടി ഇങ്ങനെ അക്ഷമരായി കാത്തിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കോഴിക്കോട് ബീച്ചിൽ നിന്നാണ് നിഖിൽ പ്രമേഷ് വിവരങ്ങൾ നൽകിയത്. രാത്രി പകലാക്കുന്ന വിധം ആൾക്കൂട്ടം അവിടെ ഉണ്ട്. വലിയ ആഘോഷത്തിലാണ്. ഇപ്പോൾ തന്നെ മത്സരം കഴിഞ്ഞിട്ടില്ല, പക്ഷേ വലിയ ആഘോഷത്തിലേക്ക് അവർ പോകുന്നു എന്നുള്ളതാണ്. ഇന്ന് ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യക്ക് അഭിഷേക് ശർമ്മ ഫോം വീണ്ടെടുത്തുന്നതായിരുന്നു ഏറ്റവും വലിയ വാർത്ത. 21 പന്തിൽ 52 റൺസുമായി അർദ്ധ സെഞ്ചുറി നേടിയാണ് അഭിഷേക് മടങ്ങിയത്. സഞ്ജുവും അഭിഷേകും തുടക്കത്തിൽ വളരെ ശ്രദ്ധിച്ചായിരുന്നു കളിച്ചിരുന്നത്, സൂക്ഷിച്ചായിരുന്നു കളിച്ചത്. പിന്നീട് അർദ്ധ സെഞ്ചുറിക്ക് ശേഷമായിരുന്നു സഞ്ജു വീണ്ടും കൂറ്റൻ അടികളിലേക്ക്, വലിയ അടികളിലേക്ക് മാറിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.